അരൺമനെ 4 സുന്ദർ സി ഗോസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ 4ാമത്തെ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാപ്പ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം അരൺമനെ 4 സുന്ദർ സി സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമയിൽ ഈ ഒരു 4ാമത്തെ അരൺമനെ ഫ്രാഞ്ചൈസിയിലെ ഈ 4ാമത്തെ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒന്ന് സുന്ദർ സി തന്നെയാണ്. രണ്ടാമത് വരുന്നത് നമ്മുടെ തമന്ന, റാഷി ഖന്ന, കൊവൈസ് സർല, യോഗി ബാബു, ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് പറഞ്ഞാൽ ഈ അരൺമനെ 1, 2, 3 കണ്ടവർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു സിനിമയിൽ സ്റ്റോറി ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് 3 പാർട്ടുകളെ അപേക്ഷിച്ച് ഈ സിനിമയിൽ സ്റ്റോറി ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. VFX ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഒരു ഗ്രാമത്തിലെ ഒരു കാടിന് നടുവിൽ ഒരു മന ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് സംഭവം. പക്ഷെ പിന്നെ ആ ഒരു കാടൊക്കെ കാണിച്ചത് ഭയങ്കര ആർട്ടിഫിഷ്യലായിരുന്നു. ആർട്ടിഫിഷ്യലി മീൻസ് പിന്നെ എന്തോ ഒരു കൊടുങ്കാടിനുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടായാലും അങ്ങനെ ഉണ്ടാവും, അതുപോലെയൊക്കെ ആയിട്ടാണ് ആ ഒരു സംഭവം തോന്നിയത്. പക്ഷെ അത്രയ്ക്കൊന്നും ഡീപ്പ് ആക്കേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അത് പിന്നെ VFX ആണ് അല്ലെ സെറ്റ് ഇട്ടതാണ് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ്. പക്ഷെ എന്നാലും മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച്, അതായത് മറ്റുള്ള അരൺമനെ 1, 2, 3 ആ ഒരു സിനിമകളെ അപേക്ഷിച്ച് വളരെ ബെറ്റർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സിനിമയിൽ ഒരു കോമഡി ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പക്ഷേ കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലെ തോന്നി. വെറുതെ എന്താ പറയുക, എന്തൊക്കെയോ യോഗി ബാബുക്ക് വെറുതെ എന്തൊക്കെയോ കൊവൈസറിലേക്ക് കാണിച്ച് എന്തൊക്കെയോ ഒന്നും നമുക്ക് അങ്ങോട്ട് ചിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആകെ ഒന്ന് ചിരിക്കാൻ പറ്റിയൊരു സംഭവം ക്ലൈമാക്സിലൊരു സീനുണ്ട്. യോഗി ബാബുവിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ 3 പേരും കൂടിയും പിന്നെ ഈ പ്രയത്നം അടിച്ച് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി വരുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ആ സീന് കഴിഞ്ഞിട്ടൊരു സീനുണ്ട്. അത് സൂപ്പറായിട്ട് എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും വർക്കായില്ല എന്നുള്ളതാണ്. കോമഡികളൊന്നും വർക്കായിട്ടില്ല. പിന്നെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തമന്ന സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. കിട്ടിയ റോള് വളരെ നീറ്റായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ സുന്ദർ സി വരെ വെറുതെ ഒരു കാഴ്ചക്കാരായിട്ട് നിന്നപോലെ തോന്നി. വലിയ സംഭവമൊന്നും പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. റാഷി ഖന്നയൊക്കെ വെറും കാഴ്ചക്കാരായിരുന്നു. പിന്നെയും പെർഫോമൻസ് ചെയ്യാണ്ടായിരുന്ന യോഗി ബാബു, കൊവൈസ് സർല, പിന്നെ 2-3 ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ആയിരുന്നു കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് തോന്നിയത്. 2 മണിക്കൂർ കൂടുതൽ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. എന്തായാലും സിനിമ എന്താ പറയുക, ഈ ഒരു ഫ്രാഞ്ചൈസി, പിന്നെ അരൺമനെ ആ ഒരു ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നോർമൽ ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. നല്ല സിനിമ പറഞ്ഞാൽ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലൈമാക്സിൽ ഒരു സർപ്രൈസ് പറഞ്ഞാൽ സർപ്രൈസ് ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ്. ക്ലൈമാക്സിൽ ഒരു സോങ് ഉണ്ട്. പഴയകാല നടികളായ സിമ്രാനും ഖുഷ്ബുവും ഒരു അമ്മ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. കിട്ടിലൻ ആംബിയൻസ്, കിട്ടിലൻ എന്താ പറയുക, തിയേറ്റർ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. അത് പൊളി സംഭവം തന്നെയായിരുന്നു. അത് എന്താ പറയുക, കിട്ടിലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലൈമാക്സിലുള്ള. പക്ഷേ ക്ലൈമാക്സിൽ വേറൊരു ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്. പിന്നെ ശരിക്കും സാധാരണക്കാരായ മനുഷ്യന് പിന്നെ എങ്ങനെ ഒരു പ്രയത്നം അടിച്ച് തെറിപ്പിച്ച് ശരിയാക്കാൻ പറ്റുന്നുള്ള കാര്യം അത് ലോജിക്കില്ല. അത് ഇതുപോലുള്ള സിനിമകൾ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് അയ്യോ എന്താ സംഭവം എന്നുള്ളതായിരിക്കും. പിന്നെ ഒരു ലൈറ്റ് അവെഞ്ചേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. എൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. കുറേ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം. കണ്ടാൽ വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കാനുള്ള സംഭവങ്ങൾ കുറച്ചുണ്ട്. സീനായിട്ടുള്ള സാധനങ്ങളുണ്ട്. തിയേറ്ററിൽ കാണുന്ന സമയത്ത് നല്ല സൗണ്ട് ക്വാളിറ്റിയിലുള്ള തിയേറ്ററിലാണെങ്കിലും എന്തായാലും പേടിക്കാനുള്ള സംഭവങ്ങൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് ഈ സിനിമയ്ക്ക് സംബന്ധിച്ച് തിയേറ്ററിൽ നിന്നും. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അച്ചോ എന്നുള്ള ഒരു സോങ് ഉണ്ടല്ലോ, ട്രെൻഡിങ് കയറിയ സോങ് ആയിരുന്നു. നമ്മുടെ റാഷി ഖന്നയും തമന്നയും നിറഞ്ഞാടിയ സോങ് ആയിരുന്നു. അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുള്ളതാണ്. എൻഡ് ക്രെഡിറ്റ് സോങ് ആണ്. അത് കണ്ടിട്ട് തിയേറ്ററിൽ ഇറങ്ങി പോവുക. അങ്ങനെയെങ്കിലും പൈസ വസൂലാവട്ടെ സിനിമ. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും